ചാലക്കുടിയിൽ യാത്ര തുടരുകയാണല്ലേ? അതെ, പുഴയുടെ മുകളിലാണ്. ആലുവ പുഴയുടെ മുകളിലുള്ള പാലത്തിലൂടെ നടക്കുന്നു. ചാലക്കുടി മണ്ഡലത്തിന്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് ഇങ്ങനെ എത്തുമ്പോൾ മനോഹരമായ കാഴ്ചകളാണല്ലേ? അതെ, ചാലക്കുടിയിൽ മാറ്റത്തിന്റെ കാറ്റുണ്ടോ എന്നാണ് ഈ വൈകുന്നേരത്തെ കാറ്റിലൂടെ നടന്നുകൊണ്ട് നമ്മൾ ചോദിക്കാൻ പോകുന്നത്. മാറ്റത്തിന്റെ കാറ്റുണ്ടോ അതോ മണ്ഡലം അതിന്റെ സ്വഭാവം നിലനിർത്തുമോ ചോദിക്കേണ്ടതുണ്ട്. കുറച്ച് ആളുകളുണ്ടല്ലോ. നമസ്കാരം. എന്താണ് ഇവിടുത്തെ ഇലക്ഷൻ ചൂടെങ്ങനെ? ഇലക്ഷൻ നല്ല ഉഷാറായിട്ട് പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യത്തെ പോലത്തെ ട്രെൻഡല്ല നിലനിൽക്കുന്നത്. ഒരു മാറ്റം വരുന്നതാണ് പറയുന്നത്. ഒരു മാറ്റം അനിവാര്യമാണെന്നുള്ള ഒരു ഇതാണ് പൊതുവെ മണ്ഡലത്തിൽ നമ്മൾ കാണുന്നത്. എന്താണ് ബെന്നി ബെഹനാൻ നിങ്ങൾക്ക് അത്ര പിടിച്ചില്ലേ? മാറ്റം എന്ന് പറയുമ്പോൾ ബെന്നി ബെഹനാൻ തന്നെ പറയണമല്ലോ. കാരണം വെച്ചാൽ നമുക്ക് കഴിഞ്ഞ വർഷം നമ്മുടെ മണ്ഡലത്തിൽ ആളെ അങ്ങനെ സജീവമായിട്ട് കണ്ടിട്ടില്ല ജയിച്ചതിന് ശേഷം. പിന്നെ 2019 ഇവർ ജയിച്ചു പോകുമ്പോൾ നമ്മൾ ഇവിടുത്തെ ജനങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ പാർലമെൻറ്റിൽ ഇവർ ഇടപെടേണ്ട കാര്യങ്ങൾ. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനം സാമ്പത്തികമായിട്ട് നമ്മുടെ കേന്ദ്രം പല ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയപ്പോഴും അതിനൊന്നും ഒരു കേരളത്തിന് വേണ്ടി സംസാരിച്ചിട്ടില്ല. അപ്പോൾ അതെല്ലാം നമ്മുടെ ജനങ്ങളുടെ ഇടയിൽ പൊതുമണ്ഡലത്തിൽ അതൊരു ചർച്ചാ വിഷയമാണ്. അപ്പോൾ അതുകൊണ്ടും പിന്നെ നമ്മുടെ കാൻഡിഡേറ്റ് പ്രൊഫസർ സി രവീന്ദ്രനാഥ് മാഷ് ഒരു സ്ഥാനാർത്ഥിത്വം സ്വീകരിച്ച് അവർ നമ്മുടെ ഒരു മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു മണ്ഡലത്തിൽ എല്ലാ കാര്യങ്ങൾക്കകത്തും അദ്ദേഹം ഇടപെടേണ്ട ആവശ്യകത ഉള്ളതാണല്ലോ. അപ്പോൾ നമ്മൾ ആരും അതിനെക്കുറിച്ച് അദ്ദേഹത്തെ കണ്ടിട്ടില്ല. പിന്നെ ഇപ്പോൾ എടുത്തു പറയത്തക്ക രീതിയിൽ ഈ എം പിമാർക്ക് കിട്ടുന്ന ഹൈമാസ് ലൈറ്റുകളും അവിടെ നിന്ന് അല്ലേ പൊതുവായിട്ട് അവരുടെ വികസനം എന്ന് ലൈറ്റാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതൊന്ന് രണ്ടെണ്ണം ഇവിടെ കണ്ടു. ഹൈമാസ് ലൈറ്റിന്റെ ഒരു ഗതികേട് എല്ലാ മണ്ഡലങ്ങളിലും ഇപ്പൊ എം പിമാരുടെ പ്രതിനിധി ഈ ഹൈമാസ് ലൈറ്റുകൾ എന്നുള്ളൊരു അവസ്ഥയായിട്ട് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നത് അതാണ്. പക്ഷെ ഒരു എം പി എന്ന നിലയ്ക്ക് ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതൊന്നുമല്ല. അതിനൊക്കെ ഉപരിയായിട്ട് നമ്മുടെ രാജ്യത്തെ ഇപ്പം രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾക്കകത്ത് നമ്മുടെ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു പ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹത്തിന് ഇടപെടാൻ സാധിക്കുമായിരുന്നു. പക്ഷെ ആ ഇടപെടലൊന്നും തന്നെ നമ്മൾ ഇതുവരെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിലോ അദ്ദേഹത്തിന്റെ പാർലമെന്റിനകത്തുള്ള കാര്യങ്ങളോ നമ്മൾ കണ്ടിട്ടില്ല. തീർച്ചയായിട്ടും നല്ലൊരു മനുഷ്യനാണ്, ഒരു അധ്യാപകനാണ്, ഒരു ലാളിത്യ ജീവിതം നയിക്കുന്ന ആളാണ്. നമ്മുടെ മണ്ഡലത്തിൽ ഇപ്പോൾ പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങുമ്പോൾ എല്ലാം ആളുകൾക്കിടയിൽ നല്ലൊരു സ്വീകാര്യത ഉള്ള ആൾ. ചാലക്കുടിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വം കൊടുക്കുന്ന ഒരു സ്ഥാനാർത്ഥി ഇവിടെയുണ്ട്, രവീന്ദ്രനാഥ്. അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ രാജ്യം കണ്ട ഏറ്റവും മികച്ച ഒരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായി പ്രശസ്തി നേടിയിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഈ മണ്ഡലത്തിനകത്ത് ചെയ്യാൻ കഴിയും. മുൻകാലങ്ങളിൽ ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചുകൊണ്ടായിരുന്ന ഈ കോൺഗ്രസിൻ്റെ MP ബെന്നി ബെഹനാൻ അടക്കമുള്ളവർ ഇന്ന് വോട്ട് അഭ്യർത്ഥിച്ച് ജനങ്ങൾക്ക് മുന്നിലേക്ക് ചെല്ലുമ്പോൾ ജനങ്ങൾ ശക്തമായി അതിനെതിരെ പ്രതികരിക്കുന്നുണ്ട്.